പ്രിയമുള്ളവരെ, ജലീലാണ് കോഴിക്കോട് തെക്കേപ്പുറം. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വീഡിയോ കാണുന്നത് പോലെ തന്നെയാണ് ഞങ്ങളുടെ പ്രവർത്തനം. സത്യത്തിൻ്റെ വലിയൊരു അടയാളം. സ്വന്തം മക്കൾ, മാതാപിതാക്കൾ തള്ളിക്കളിയുമ്പോൾ അവർക്ക് തെരുവോരം തന്നെയാണ് വലിയൊരു ആശ്രയം. വർഷങ്ങളോളം തെരുവിൽ അലിഞ്ഞിരിഞ്ഞ് നടക്കും. രോഗം പിടിപെട്ടാലാണ് അവരെ ദയനീയത. ഞങ്ങളറിയുന്നവർ, അത് ജനങ്ങളാവട്ടെ, പോലീസുകാരാവട്ടെ, കൗൺസിലർമാരാവട്ടെ, അവർ വിളിച്ച പ്രകാരമാണ് ഞങ്ങൾ അവിടെ എത്തുന്നത്. അത് ചിലപ്പം വീട്ടിൽ ഒറ്റപ്പെട്ടവരാവും, ചിലപ്പോൾ കോഴിക്കോടാവും, ചിലപ്പോൾ മറ്റുള്ള ജില്ലകളിലാവും. കോഴിക്കോട് മാത്രം കേന്ദ്രീകരിച്ച് നടത്തുന്ന ഒരു പ്രവർത്തനമല്ല TMKൻ്റെത്. എല്ലാ ജില്ലയിലും പോയിട്ടും ഞങ്ങൾ പ്രവർത്തിക്കാറുണ്ട്. ഇപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ കാരണം, ഈ വീഡിയോയിൽ കാണുന്ന അതുപോലുള്ള തെരുവിലകപ്പെട്ട മനുഷ്യരും രോഗികൾക്കുള്ള യൂസേഡ് വസ്ത്രത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങളെ മുന്നിലേക്ക് വന്നത്. നിങ്ങളെ വീട്ടിലോ മറ്റു കൂട്ടുകാരടുത്തോ നിങ്ങളെ കുടുംബങ്ങളടുത്തോ ആരടുത്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഒത്ത് ഞങ്ങളെ കോൺടാക്റ്റ് നമ്പറുണ്ട്. ഒന്ന് വിളിക്കാൻ വേണ്ടി ശ്രമിക്കണം. ഒരുപാട് സഹായങ്ങൾ ചെയ്ത കൂട്ടത്തിൽ ഇതും വലിയൊരു സഹായമാണ്. ഇതുപോലത്തെ മനുഷ്യർ ഇവിടുന്നൊക്കെ ജോലിക്ക് വരുന്നവരുണ്ട്. ഡ്രസ്സ് മുഷിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വേറെ ധരിക്കാനും വേണ്ടി ഡ്രസ്സ് ഉണ്ടാവില്ല. അപ്പോൾ ഓഫീസിലേക്ക് വരും. ഞങ്ങളെ പക്കലുണ്ടെങ്കിൽ ഞങ്ങൾ എടുത്തു കൊടുക്കും. ഇപ്പോൾ ഡ്രസ്സിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇന്നത്തെ ഡേറ്റ് 5/10/2025. മാഷാ അല്ലാ, നിരവധി കാര്യങ്ങൾ നിങ്ങളെ സഹായം കൊണ്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഈ പ്രവർത്തനത്തിനൊന്നും പൈസകളൊന്നും വേണ്ട, നല്ലൊരു മനസ്സുണ്ടായാൽ മതി. അവിടുന്ന് അവരെ നമ്മൾ പരിചരിച്ച് കുളിപ്പിച്ച് കുടിച്ച് വൃത്തിയാക്കി നിങ്ങൾ തരുന്ന വസ്ത്രങ്ങൾ അവർക്ക് തിരിച്ചു കൊടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് അഡ്മിറ്റ് ചെയ്യുമ്പോഴാണ് അവരെ കാര്യങ്ങൾക്ക് കുറച്ച് ഇതാകുന്നത്. നമുക്ക് കുറച്ച് പേരൊക്കെ നമുക്ക് സംരക്ഷിക്കാൻ പറ്റുന്നുണ്ട്. നമുക്കിപ്പോൾ ഒരു സ്നേഹ വീടുണ്ട്, ഒരു വൃദ്ധസദനുണ്ട്. കോഴിക്കോട് മീൻചന്താണ്. മീൻചന്ത മലബാർ ഫ്ലാറ്റിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ്. അതുപോലെ തന്നെ നമ്മൾ ഹെഡ് ഓഫീസ് വരുന്നത് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ ന്യൂവേ ബിൽഡിംഗ് ആണ്. നിങ്ങൾക്ക് എപ്പോഴും എന്തെങ്കിലും ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ ആരോരില്ലാത്തവർ, തെരുവിലകപ്പെടുന്ന ഇതുപോലുള്ള മനുഷ്യരുണ്ടെങ്കിൽ നമുക്ക് വിളിക്കാം. അവരെല്ലാ കാര്യങ്ങളും നാളുകളിൽ മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ തന്നെ ഞങ്ങളെ കൊണ്ട് കഴിയുന്ന പോലെ തന്നെ അന്ത്യകർമ്മങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. പലതും ചില കാര്യങ്ങളും നിങ്ങൾ അറിയിക്കാൻ പറ്റുന്നില്ല. പക്ഷേ ഈ ഒരു മേഖല വല്ലാത്തൊരു മേഖലയാണ്. ഈ ജനസേവനം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ നിങ്ങൾ കാണുന്ന പോലെയല്ല. ശരിക്കും ഒന്ന് TMK എന്താണെന്ന് നിങ്ങൾ അറിയാൻ വേണ്ടി ശ്രമിക്കണം. നിങ്ങൾ കാണുന്നത് പോലെ, ഈ ചിത്രത്തിൽ കാണുന്ന പോലെയല്ല ഞങ്ങളെ പ്രവർത്തനം. അതിനപ്പുറമാണ്. കണ്ടതൊക്കെ ഒരു ഇത്തിരിയാണ്, ഇനി കാണാനുള്ളത് ഒരുപാടാണ്. അതിൽ കുറച്ച് കാര്യമൊക്കെ TMKൻ്റെ ഒരു യൂട്യൂബ് ചാനൽ നമ്മൾ അറിയിച്ചിട്ടുണ്ട്. ഒന്നറിയാൻ വേണ്ടി ശ്രമിക്കണം. നമ്മളെ സദർ ഉസ്താദ് പറഞ്ഞതാണ് ഇപ്പോഴും ഓർമ്മ വരുന്നത്. സദർ ഉസ്താദ് ഈ ഫീൽഡിലേക്ക് സജീവമായപ്പം പറഞ്ഞൊരു വാക്കുണ്ട്. നിങ്ങൾ നിരവധി നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ, ഒരുപാട് നന്മകൾ ചെയ്യുമ്പോൾ, 1000 നന്മകൾ ചെയ്താൽ ഒരു ചെറിയൊരു തെറ്റ് നിങ്ങളടുത്ത് സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ, നിങ്ങളടുത്തല്ല നിങ്ങളെ കൂട്ടത്തിലുള്ള ഒരാളടുത്ത് സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അത് കെട്ടിപ്പൊക്കാനേ ജനങ്ങൾ വരുള്ളൂ. നല്ലത് ചെയ്താൽ നല്ല പേരൊന്നും കിട്ടൂല കേട്ടോ. പക്ഷെ കിട്ടും. ഇന്ന് ഇവിടുന്ന് അല്ലെങ്കിൽ നാളെ ആഹാരത്തിൽ നിന്ന് കിട്ടാതിരിക്കില്ല. അതിൻ്റെ ഒരൊറ്റ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം ഈ പ്രവർത്തനത്തിലേക്ക് വന്നാൽ മതി, ചേർന്നാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. നന്മകൾ ഏറെ ചെയ്തിട്ടുണ്ടെങ്കിലും അതിനെല്ലാം നല്ല പേര് ലഭിക്കുമെന്ന് എഴുതിയിട്ട് ഈ പുണ്യപ്രവർത്തനത്തിലേക്ക് ചേരരുത്. ഉസ്താദ് പറഞ്ഞ അറിവിലേക്ക് ഞാൻ എൻ്റെ ഓർമ്മ വെച്ച നാൾ മുതൽ 5 വക്ത് നമസ്കരിക്കുന്നുണ്ട്, തവജൂദ്, അങ്ങനെയുള്ള പല കാര്യങ്ങളും. എൻ്റെ സ്കാരം സ്വീകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കൈ കെട്ടിക്കഴിഞ്ഞാൽ വീട്ടിലത്തെ ചിന്താഗതികൾ, മക്കളുടെ സംഭവങ്ങൾ, അതിനുവേണ്ടി പഠിച്ചവനോട് തേടുന്നുണ്ട്, റബ്ബിനെ തേടുന്നുണ്ട്, സിസ്റ്റാവിനോട് തേടുന്നുണ്ട്. അതുപോലെ ആവണം. തേട്ടങ്ങളെല്ലാം റബ്ബിനെ, പഠിച്ചവനക്ക് സൃഷ്ടിക്കാം. നിൻ്റെ പ്രവർത്തനം മൊത്തത്തിൽ ആളെ ബോധ്യപ്പെടുത്താനാകരുത്. ഇങ്ങനെയൊക്കെ ഒരുപാട് അറിവുകൾ ഉസ്താദ് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം അതുപോലെ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനം നല്ല പേര് കിട്ടാനല്ല, പക്ഷെ ആരോരില്ലാത്ത ആൾക്കാരെ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവർക്ക് ആരെങ്കിലും ഉണ്ടോ നോക്കാനും വേണ്ടിയിട്ട് നമ്മൾ വീഡിയോ ചെയ്യാറുണ്ട്.
ആ വീഡിയോ കണ്ടതുകൊണ്ടാണ് TMK എന്താണെന്ന് പോലും നിങ്ങൾ അറിയുന്നത്. ഇതൊരു മനുഷ്യത്തൊഴിലാളികളുടെ ഒരു പ്രസ്ഥാനമാണ്. ഞാൻ ഇന്ന് ഒരു 4000 രൂപേൻ്റെ പണിയെടുത്തിട്ടാണ് വന്നത്. ഇന്ന് കല്ലുമ്മക്കായ്ക്ക് 200 രൂപയാണ് റേറ്റ് പറഞ്ഞത്. ആഴ്ചക്ക് ഒരു 24,000 രൂപേൻ്റെ പണിയുണ്ട്. അപ്പോൾ മാസത്തിൽ എത്ര ഉണ്ടാവും എന്നുള്ളത് അറിയാം. അത് കോഴിക്കോടാണ്. ഇതിപ്പോൾ ഞാൻ കാസർഗോഡ് പോവാണ്, മലപ്പയിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു 3 ഇരട്ടി കിട്ടും. അതാണ് നമ്മളെ ശമ്പളം. ഉദാഹരണത്തിന് പലവരും ചോദിക്കാറുണ്ട്, മനുഷ്യത്തൊഴിലാളിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവർക്ക് എങ്ങനെയാണ് ഈ പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്, അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. അപ്പം കൂടുതലും മനുഷ്യത്തൊഴിലാളികളുടെ സഹായം കൊണ്ടാണ് പ്രസ്ഥാനം മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ചെറിയ കാര്യങ്ങൾക്ക് നമ്മൾ സ്കൂൾ സഹായിക്കുന്നുണ്ട്, കോഴിക്കോട് ബീച്ചിൽ നിന്ന് കുറേ വ്യക്തികളെ സഹായിക്കുന്നുണ്ട്, നമ്മൾ അറിയുന്നവർ നമ്മളെ സഹായിക്കുന്നുണ്ട്. അറിയാത്തവർക്ക് നമ്മളെന്നും ഒരു ചിത്രമായിട്ട് നിൽക്കുന്നത് മാത്രമാണ്. അപ്പം നമ്മൾ അറിയാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടെങ്കിലേ ഈ യൂസ് ചെയ്ത വസ്ത്രങ്ങൾ എന്തിനാണെന്നുള്ള അറിയാൻ പറ്റുള്ളൂ. അപ്പം പ്ലീസ് ഈ വീഡിയോ കാണുന്നവരൊന്ന് മാക്സിമം ഷെയർ ചെയ്തിട്ട്, നിങ്ങളെ പക്കൽ യൂസ് ചെയ്ത വസ്ത്രങ്ങളില്ലെങ്കിൽ നിങ്ങളെ സുഹൃത്തുക്കളോ നിങ്ങളെ കുടുംബങ്ങളോ അവർക്കൊന്ന് അയച്ചു കൊടുത്തിട്ട് ആ സഹായം നമുക്ക് കണ്ടെത്തി തരണം. യൂസ് ചെയ്ത വസ്ത്രങ്ങൾ കോണ്ടാക്റ്റൊക്കെ നമ്പറൊക്കെ ഇതിനകത്ത് വെക്കുന്നുണ്ട്. മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം. ഇത് നിങ്ങളോട് പറയുന്ന ഒരു തായ്മായി പറയുന്നൊരു അപേക്ഷയാണ്. നമുക്ക് എത്ര കിട്ടിയാലും തേയാത്തൊരു സാധനമാണ്. അത്രയും ജനങ്ങൾ തെരുവോരത്തുണ്ട്, തെരുവിലകപ്പെട്ടവരുണ്ട്, രോഗികളുണ്ട്. ഇവർക്കൊക്കെ ധരിക്കാനും വേണ്ടിയിട്ടാണ്. ഇൻഷാ അല്ലാഹ് വാക്കിലോ പ്രവൃത്തിയിലോ വല്ല തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരണം. കാരണം നിങ്ങൾ നമ്മളെ അധ്യാപകരാണ്. താങ്ക് യു.